ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് വെച്ചിട്ട് കുക്കറിൽ ഒരു പാലട പായസം ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് 200 ഗ്രാം വരുന്ന ഒരു പാലട മിക്സിൻ്റെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. 5 ലിറ്ററിൻ്റെ കുക്കറാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് കാരമലൈസ് ചെയ്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള നേരിട്ടുള്ള തണുത്ത പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇത് നമ്മളൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പാല് ചിലപ്പോൾ പിരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതേ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള കാരമലായിട്ട് കിടക്കുന്ന പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് തിളച്ച് പൊങ്ങണ പാല് നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇനി ഇത് ഒരു 15 മിനിറ്റ് നേരം നമുക്കിത് ഇവിടെ കിടന്നിട്ട് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഈ പാലിങ്ങനെ വേവണം. അതിനായിട്ട് നമ്മൾ കുക്കർ അടച്ചു കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ 1-2 വിസിൽ വരും, അത് കുഴപ്പമുള്ളതല്ല കേട്ടോ. ഇപ്പോൾ ഇതേ 15 മിനിറ്റിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. ഇപ്പം നല്ല ഒരു പിങ്ക് കളറായിട്ട് പാല് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഇനി നമ്മുടെ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് സെപ്പറേറ്റ് പഞ്ചസാരയൊന്നും ചേർക്കണ്ട. ഈ പാലട മിക്സിൽ തന്നെ നന്നായിട്ട് പഞ്ചസാര ഉണ്ട് കേട്ടോ. ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിച്ചാൽ കുക്കർ ഓഫ് ചെയ്യാം. പിന്നെ അതിൻ്റെ ആ എയർ എല്ലാം പോയി കഴിഞ്ഞിട്ട് തുറക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലടിക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാലട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.